ഹലോ, നമസ്കാരം. ഈ ചോദ്യപേപ്പർ ചോർന്ന വിഷയവുമായിട്ട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അവിടെ നിന്നൊക്കെ കാര്യങ്ങൾ ഒരുപാട് കൈവിട്ട് പോയി. ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, സൂചി കൊണ്ട് എടുക്കേണ്ടതിനെ തൂമ്പ കൊണ്ട് എടുക്കുക. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് സോൾവ് ചെയ്യാവുന്നൊരു കാര്യം അത് നശിപ്പിച്ച് ഇപ്പം സോൾവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ മോഡി ഗവൺമെൻറ് ചെന്ന് കാലുകുത്തിയേക്കുന്നത്. ഒരു മാസമായിട്ട് അവിടെ സമരം നടക്കുക ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ. അത് കഴിഞ്ഞ് അതിലേക്ക് സോനം വാങ്ചുക്ക് വരുന്നു. അതോടെ നാഷണൽ മീഡിയയുടെ അറ്റൻഷൻ കിട്ടുന്നു. സോഷ്യൽ മീഡിയയിൽ ഇതൊരു വലിയ റെവല്യൂഷനായിട്ട് മാറുന്നു. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുനിന്നുള്ള സ്റ്റുഡൻസും യൂത്തും അവിടെ വരുന്നു. പ്രക്ഷോഭം ഉണ്ടാകുന്നു. എനിക്ക് മനസ്സിലാകാത്തത് 20 തീയതി ജൂലൈ കൃത്യം പറഞ്ഞാൽ രാവിലെ 10:15 അവർ പാർലമെൻറ്റിലേക്ക് ഒരു മാർച്ച് നടത്തുന്നത്. അത് കഴിഞ്ഞ് ഇന്നലെ എന്ന് പറയുമ്പോൾ 3 ദിവസമായി. 3-ാം ദിവസം രാവിലെയാണ് നമ്മുടെ പ്രധാനമന്ത്രിക്ക് കണ്ണ് തുറന്ന് അവസാനം ഒരു ട്വീറ്റ് ഇടുന്നത്. എന്നതാ, ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ ഭാവി അത് സുരക്ഷിതമാക്കേണ്ടത് രാജ്യത്തിൻ്റെ കടമയാണ്. സോ ഈ ചോദ്യപേപ്പർ ചോർച്ചയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. അതിനുവേണ്ടി ഒരു അതിവേഗ കോടതിയൊക്കെ സെറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏതായാലും അത് പറഞ്ഞ ശേഷം നമ്മുടെ ഡൽഹി ഹൈക്കോടതി ഒരു അതിവേഗ കോടതി സെറ്റ് ചെയ്തിട്ടുണ്ട്. അന്വേഷണം നടക്കുമായിരിക്കും, അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. എനിക്ക് മനസ്സിലാകാത്തത് ഈ 3 ദിവസം ഈ രാജ്യം മുഴുവൻ കത്തിക്കുന്ന രീതിയിലേക്ക് ഈ പ്രക്ഷോഭം കൊണ്ടുപോയി നിങ്ങളിപ്പം ഒരു റെസൊല്യൂഷനോ അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങളൊരു സ്റ്റെപ്പ് എടുത്തു എന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് തിങ്കളാഴ്ച ആവാൻ പാടില്ലായിരുന്നോ? അതോ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നോ ഇതിങ്ങനൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് മാറുമെന്ന്? അങ്ങനെയാണ് നിങ്ങൾ പറയാൻ വരുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻ്റലിജൻസ് സംവിധാനമൊക്കെ ഇവിടെ പോയി. ഒന്നും കാണാതെ അല്ലല്ലോ മിസ്റ്റർ അമിത്ഷാ നമ്മുടെ ഡൽഹി പോലീസ് കമ്മീഷണറെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മാറ്റി അനുരാഗ് കുമാർ എന്ന് പറഞ്ഞൊരു പുതിയ IPS ഓഫീസറെ കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു ആർക്കെങ്കിലും അറിയോ? ഇല്ല. അപ്പോൾ ഇത് അടിച്ചമർത്തണം എന്നൊരു ഉദ്ദേശം നിങ്ങൾക്കില്ലായിരുന്നു പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ മാറുന്നു. പ്രക്ഷോഭം ശക്തമാകുമ്പോൾ വിദ്യാർത്ഥികളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. വിദ്യാർത്ഥികളും തിരിച്ച് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞ ഒരു ആശയത്തിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരൊന്നുമല്ല ഈ വന്നേക്കുന്ന എല്ലാവരും. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പ്രധാനമന്ത്രി ഒരു ലൈവിലൊക്കെ വന്ന് ഇതിനെതിരെ അന്വേഷണം ഉണ്ടാകും എന്നൊക്കെ ഒന്ന് പറയുന്നു. പറഞ്ഞ് 10-14 വർഷമായിട്ട് മീഡിയയെ നേരിട്ട് അഭിമുഖീകരിക്കാൻ പേടിയുള്ളൊരു പ്രധാനമന്ത്രി എന്ന് പേരുള്ള നമ്മുടെ നരേന്ദ്രമോദി അറ്റ്ലീസ്റ്റ് ഒന്ന് വന്ന് ഇത്രയെങ്കിലും പറഞ്ഞു. 2, എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടങ്ങുന്ന കോൺഗ്രസ് നേതൃത്വം തെരുവിലിറങ്ങിയിരിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പ്രക്ഷോഭം രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ല ഇനി വേറെ ഉണ്ടായിരുന്നോന്ന്, എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടില്ല. അതിൽ കോൺഗ്രസ് നോക്കിയപ്പം എല്ലാവരും ഇടപെടുന്നു. ഇത് നാഷണൽ ഇഷ്യൂ ആയി. ഇപ്പോൾ ഇറങ്ങിയില്ലെങ്കിൽ ഇതിൻ്റെ മൈലേജ് വേറെ വല്ലവരും കൊണ്ടുപോകുന്നതായപ്പം കോൺഗ്രസ്സും ഇറങ്ങി. കോൺഗ്രസ് വന്നെന്ന് പറഞ്ഞാൽ ചുമ്മാതല്ല. 2 സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ DK ശിവകുമാറും നമ്മുടെ കേരളത്തിൻ്റെ VD സതീശൻ ഉൾപ്പെടെ ധാരാളം MPമാരും കേന്ദ്ര നേതാക്കന്മാരും ഉൾപ്പെടെയാണ് സമരത്തിനിറങ്ങിയത്. രാഹുൽ ഗാന്ധിയെ പിടിച്ചു വലിച്ചഴച്ചു കൊണ്ടുപോകുന്നു, മൂക്കിൽ നിന്ന് ചോര വരുന്നു. കണ്ടാൽ തന്നെ നമ്മുടെ രോമം എഴുന്നേക്കുന്ന കൂട്ട് പരിപാടി. ഏതായാലും അത് കോൺഗ്രസും കുറച്ച് മൈലേജ് ഉണ്ടാക്കി. കോൺഗ്രസിൻ്റെ ശരിയായിട്ടുള്ള ആഗമന ഉദ്ദേശം ഇവിടുത്തെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുക എന്നുള്ളതാണോ, അതോ BJPക്കെതിരെ ഒരു പ്രൊട്ടസ്റ്റ് നടത്താൻ കിട്ടിയ അവസരം ഇവർ മുതലാക്കിയതാണോ? എനിക്ക് മനസ്സിലാകാത്തത്, ഈ സമരം 1 മാസത്തോളം ഇവിടെ നടന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഈ പറഞ്ഞ പോലെ പാർലമെൻറ്റിലേക്ക് മാർച്ച് നടന്നു. ഇതുമെല്ലാം കഴിഞ്ഞ് മീഡിയ അറ്റൻഷൻ ഇതുപോലെയായി, ഡൽഹിയിലേക്ക് ഇതുപോലെ ആളുകൾ വരാൻ തുടങ്ങുന്നത് വരെ കോൺഗ്രസ് അവിടെ ആയിരുന്നു. അവർക്ക് പ്രതിഷേധിക്കണ്ടായിരുന്നു? അവരുമില്ല. പിന്നെ അഖിലേഷ് യാദവ് വരുന്നു. എല്ലാവരും വരുന്നത് 2 ദിവസം കഴിഞ്ഞാണ്. അപ്പോഴേക്കും അടി കൊള്ളാനുള്ള പിള്ളേരെല്ലാം നല്ലപോലെ അടി കൊണ്ടു. എനിക്ക് ഓർമ്മ വരുന്നത് 2011 വരെ വലിയ ചീത്തപ്പേരില്ലാതെ പൊയ്ക്കൊണ്ടിരുന്ന മൻമോഹൻ സിംഗ്, പുള്ളിയുടെ മിനിസ്ട്രിയിലെ പല മന്ത്രിമാർക്കും പല അഴിമതി പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നെങ്കിലും പുള്ളി വളരെ സോഫ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2011 ശേഷം നമ്മുടെ അണ്ണാ ഹസാരെയും കേജ്രിവാളും എല്ലാം കൂടെ ഈ ഇവിടെ ഡൽഹി വന്നുണ്ടാക്കിയ ഒരു പ്രശ്നം നിങ്ങൾക്കറിയാമല്ലോ. അവസാനം അണ്ണാ ഹസാരെ തിരിച്ച് മഹാരാഷ്ട്രയിലേക്ക് അങ്ങോട്ടോ മുങ്ങി. ഡൽഹിയിൽ നിന്നുകൊണ്ട് അരവിന്ദ് കേജ്രിവാൾ അത് മുതലാക്കി ഡൽഹിയുടെ ഭരണം പിടിച്ചെടുത്തു. പിന്നെ തൊട്ടു പിന്നാലെ പഞ്ചാബ് പിടിച്ചെടുത്തു. ആ ഒരു മൂവ്മെൻറ്റ് എങ്ങനെ ക്യാപ്ചർ ചെയ്തു എന്നുള്ളത് നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു കാര്യമായിരുന്നു.
അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിന് മനസ്സിലായി ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ശരിക്കും ഇത് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇപ്പം കൂടെ നിങ്ങൾ മിണ്ടാതിരുന്നായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ജനം, ഈ പ്രതിപക്ഷ പാർട്ടി നിങ്ങളാണെന്നുള്ള കാര്യം കൂടി മറന്നു പോകുമായിരുന്നു. കാരണം ഇന്നലെ വന്ന ഒരു ചെറിയ ഒരു സംരംഭം, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഈ സംരംഭത്തിന് ഇത്രയും ആളെ കൂട്ടാൻ പ്രതിഷേധിക്കാവുന്നൊരു അവസരത്തിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ ബെറ്റർ നിങ്ങൾ അടച്ചുപൂട്ടി വീട്ടിലിരിക്കുന്നതായിരിക്കും. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പിന്നിൽ ആരാ? അവരെ ആരെങ്കിലും ഫണ്ട് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ശരിയായ ഉദ്ദേശം എന്താണ്? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ CJP എന്ന ഈ പാർട്ടി നാളെ ഇന്ത്യ ഭരിക്കുമെന്നോ അല്ലെങ്കിൽ ഇന്ത്യ അഴിമതിരഹിതമായ രാജ്യമാക്കുമെന്നോ ലോകത്തിന് മുമ്പിൽ ഒന്നാമതാക്കണമെന്ന് വിശ്വസിച്ചിട്ടല്ല. ഈ കണ്ട ചെറുപ്പക്കാരെല്ലാം ഡൽഹി വരുന്നതും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പല സ്ഥലത്തും പ്രതിഷേധം നടത്തുന്നതും CJPയെ മാത്രം വിശ്വസിച്ചിട്ടല്ല. അവർക്കെല്ലാം പ്രതിഷേധിക്കണമുണ്ടായിരുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം 10-12 വർഷങ്ങളായി ഈ ചോദ്യപേപ്പർ ചോർച്ച എന്ന് പറഞ്ഞൊരു സംഭവം നിത്യസംഭവമായി. സോ അവരുടെ കഷ്ടപ്പാടിന് വിലയില്ലെന്നായി. അവരുടെയൊക്കെ ആകെയുള്ളൊരു പ്രതീക്ഷയായിരിക്കും ചിലപ്പം എന്തെങ്കിലും പഠിച്ചെങ്കിലും രക്ഷപ്പെടുക, വേറെ ഒരു നിവൃത്തിയില്ലായിരിക്കും. അതെന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നം മാത്രമായിരിക്കില്ല, ഒരു കുടുംബത്തിൻ്റെ സ്വപ്നമായിരിക്കും. സോ ഇവരുടെയൊക്കെ സ്വപ്നത്തിന് പുല്ലുവില കൽപ്പിച്ചതുകൊണ്ട് അവർക്കും പ്രതികരിക്കണം, പ്രതിഷേധിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ പോയി. ആ ഓപ്പർച്യൂണിറ്റിയാണ് ഈ പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിൽ ഉണ്ടാക്കി കൊടുത്തത്. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി അടിയന്തരമായ അന്വേഷണം പ്രഖ്യാപിക്കുന്നു, അതിവേഗ കോടതി സെറ്റ് ചെയ്യുന്നു, സോനം വാങ്ചുക് നിരാഹാരം അവസാനിപ്പിക്കുന്നു. ഇതുകൊണ്ടൊക്കെ തീരുമോ? ഈ ജനാധിപത്യ ഭരണമാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ധർമ്മേന്ദ്ര പ്രധാനോട് അന്വേഷണ വിധേയമായി രാജിവെക്കാൻ പറയണം. അന്വേഷണം കഴിഞ്ഞ് ആൾക്കിതിൽ പങ്കില്ലെന്നുണ്ടെങ്കിൽ തിരിച്ചെടുത്തു, അയാൾ തന്നെ മന്ത്രി ആയിക്കോട്ടെ, ആർക്ക് പ്രശ്നം? പക്ഷേ രാജ്യത്ത് മൊത്തം പ്രതിഷേധിക്കുന്ന പിള്ളേരെയൊക്കെ പിടിച്ച് മുംബൈയിലൊക്കെ കാണിക്കുന്ന പോലെ ഓപ്പണായിട്ട് പോലീസ് പറയാണ്, നീ ഇനി പ്രക്ഷോഭത്തിന് ഇറങ്ങിയാൽ നിന്നെ ഡ്രഗ് കേസിൽ ഉള്ളിലാക്കും. എങ്ങനെ ഇരിക്കുന്നു? സൂപ്പറായിട്ടില്ലേ? അങ്ങനെയാണോ? ഇതാണോ ജനാധിപത്യം? ഈ അവസരത്തിലേ ഡൽഹിയിൽ സമരത്തിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി VD സതീശനോടൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുറച്ച് PSC നിയമനം, റാങ്ക് ലിസ്റ്റിൽ എക്സ്പയർ ആകുന്നതിന് മുമ്പ് കുറച്ച് നിയമനങ്ങൾ നടക്കാൻ വേണ്ടി കുറച്ച് പേരുടെ സമരം നടക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് കാണണം. അടിസ്ഥാനപരമായി ഇത് രണ്ടും പഠിച്ച് പരീക്ഷ എഴുതിയവൻ്റെ വേദനയാണ്. ഡൽഹിയിൽ നടക്കുന്നതായാലും തിരുവനന്തപുരത്ത് നടക്കുന്നതായാലും. ഇവിടെ തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന PSC ഉദ്യോഗാർത്ഥികൾക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഇവിടുത്തെ BJP യുവജന മോർച്ചയോട് ചോദിക്കാനുള്ളത്, കേരളത്തിൽ വരുമ്പോൾ നിങ്ങളുടെ വിപ്ലവ ആദർശമൊക്കെ ഉണരുന്നുണ്ടല്ലോ, ഡൽഹിയിൽ വരുമ്പോൾ നിങ്ങളുടെ ആദർശവും വിപ്ലവമൊക്കെ എന്ത് ചെയ്യും? ഊട്ടിക്ക് ടൂർ പോയേക്കുവാണോ? ഇന്നിപ്പോൾ ഡൽഹിയിലും രാജ്യം മുഴുവനും വിദ്യാർത്ഥികളും യുവജനങ്ങളും കൂട്ടം കൂടുമ്പം ഈ കൂട്ടത്തെ നിങ്ങൾ കണ്ടില്ലെന്നടിക്കരുത്. കാരണം ഈ കൂട്ടം നാളത്തെ വോട്ടാണ്. ഇനി അതാവില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ, ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഒരു സിനിമാ നടന് യാതൊരു പ്രവൃത്തി പരിചയവും ഇല്ലാതൊരു പാർട്ടിയൊക്കെ രൂപീകരിച്ച് വന്നായിരുന്നു. ആളുടെ പേര് ജോസഫ് ചന്ദ്രശേഖർ വിജയ് എന്നാണ്. അയാളുടെ ഇലക്ഷൻ ക്യാമ്പയിനിലെല്ലാം നിറഞ്ഞു നിന്നിരുന്നത് വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കെ ആയിരുന്നു. അന്ന് ഇവിടുത്തെ രാഷ്ട്രീയ ചാണക്യന്മാരും വലിയ പുലികളും ഒക്കെ പറഞ്ഞു, ഈ കൂട്ടമൊന്നും വോട്ടാകില്ല, ഇതൊന്നും അല്ല ഇലക്ഷൻ, ഇതൊന്നുമല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞ കുറേ ബുദ്ധി രാക്ഷസന്മാരുണ്ട്. അവസാനം റിസൾട്ട് വന്ന് 6-ാം നാൾ ഇവിടുത്തെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ആൾ സത്യപ്രതിജ്ഞ ചെയ്തു. സോ ഈ കൂട്ടമൊക്കെ വോട്ടാവും, സൂക്ഷിച്ചോ.